നിൽക്കാതെ മഴക്കെടുതി. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. വ്യാപക മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 4 മരണം. പാലക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് മരണം. ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയവരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. പ്രളയ സാധ്യതയില്ലെന്ന് മന്ത്രി കെ രാജൻ. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിൽ റെയിൽവേയുടെ നിസ്സഹകരണം തെളിയിക്കുന്ന രേഖകൾ. പാളം പൊളിക്കേണ്ടതിനാൽ മാലിന്യ ടണൽ മാറ്റാനാവില്ലെന്ന് റെയിൽവേ 2015 അറിയിച്ചു. ടണൽ വൃത്തിയാക്കണമെന്ന നിർദ്ദേശവും അവഗണിച്ചു. തർക്കം പരിഹരിക്കാൻ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി. റെയിൽവേയുടെ വിശദീകരണം തേടി ഗവർണർ. റെയിൽവേ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരു വിഭാഗം മാധ്യമങ്ങളും എതിരാളികളും നടത്തുന്ന കടന്നാക്രമങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് CPM. പ്രമോദ് കോട്ടൂളിക്കെതിരായ അച്ചടക്ക നടപടിയിൽ നുണപ്രചാരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം. നടപടിക്ക് വിധേയരാകുന്നവർക്ക് വീരപരിവേഷം നൽകുന്നു. പുരസ്കാര ചടങ്ങിൽ ആസിഫ് അലിയെ അപമാനിക്കുന്ന പെരുമാറ്റവുമായി രമേശ് നാരായണൻ. ആസിഫ് അലി നൽകിയ പുരസ്കാരം ജയരാജിനെ വിളിച്ചു വരുത്തി വീണ്ടും ഏറ്റുവാങ്ങി. വിവാദമെല്ലാം തെറ്റിദ്ധാരണ മൂലമെന്ന് രമേശ് നാരായണൻ. ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നും മാപ്പ് പറയാൻ തയ്യാറെന്നും മാധ്യമങ്ങളോട്. ജമ്മുകാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകര സംഘടന കശ്മീർ ടൈഗേഴ്സ്. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ കൊല. കൊല്ലപ്പെട്ടത് നാം തമിഴർ കക്ഷി നേതാവ്. കൊലപാതകം മധുരയിൽ പ്രഭാത നടത്തത്തിനിടെ. കോഴിക്കോട് താമരശ്ശേരിയിൽ മൊബൈൽ ഷോപ്പ് ഉടമയെ തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ സംഘം. ആവശ്യപ്പെട്ടത് 10 കോടി രൂപ. രാത്രി റോഡരികിൽ മോചിപ്പിച്ചു. 6 പേർ കസ്റ്റഡിയിൽ. പുറത്തിറങ്ങിയപ്പോഴും ഒരു 10-40ഓളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞു. വണ്ടിയുടെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു. എൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ച് കൈയൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു. CPM MLAക്ക് കടന്നുപോകാൻ വാഹനം മാറ്റാത്തതിന് ഗർഭിണിക്കും കുടുംബത്തിനും നേരെ ആക്രമണം. അരുവിക്കര MLA G സ്റ്റീഫനൊപ്പം ഉണ്ടായിരുന്നവർ കാറിന്റെ ഗ്ലാസ് തകർത്തെന്ന് പരാതിക്കാരനായ ബിനീഷ്. ആക്രമണം നടക്കുമ്പോൾ MLA കാറിൽ ഉണ്ടായിരുന്നുവെന്നും പരാതിക്കാരൻ. വനിതാ SIയെ ഇമ്പോസിഷൻ എഴുതിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി. ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുള്ള SP-യുടെ ചോദ്യത്തിന് മറുപടി തെറ്റിച്ചതിന് ശിക്ഷ. ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി. നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതിയിൽ 4 മരണം. പാലക്കാടും കണ്ണൂരുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് വീട് തകർന്നു വീണാണ് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യമുണ്ടായത്. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണാണ് 2 പേരുടെയും മരണം. മട്ടന്നൂർ കോളാരി കുമ്പംമൂലയിൽ കുഞ്ഞാമിന, ചൊക്ലി സ്വദേശി താഴെക്കുനിയിൽ ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. പലയിടത്തും വീടുകൾ തകർന്നു. ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിലും വയനാട്ടിലും മണ്ണിടിച്ചിലുണ്ടായി. ആലപ്പുഴ എടത്വയിൽ ആഞ്ഞിലിമരം വീണ് വീട് തകർന്നു. തലവടി സ്വദേശി ബാലന്റെ വീടാണ് തകർന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ് വീട് തകർന്നു.
മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടാണ് തകർന്നത്. ഷീറ്റ് തകർന്ന് ദേഹത്തെ പതിച്ച സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിക്ക് പരുക്കേറ്റു. കോഴിക്കോട് കാരശ്ശേരിയിൽ ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് 2 വീടുകൾ അപകട ഭീഷണിയിലായി. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. 2 ഫീഡറുകൾ തകർന്നു. ചെർപ്പുളശ്ശേരി ടൗണിൽ നഗരസഭയുടെ പൊതുകിണർ കനത്ത മഴയിൽ ഇടിഞ്ഞു താന്നു. പെരിയാറിലും പമ്പയിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. കനത്ത മഴയിൽ ഭവാനി പുഴ കരകവിഞ്ഞു. അട്ടപ്പാടി താവളം പാലം വെള്ളത്തിനടിയിലായി. ആനക്കല്ലിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇരവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട പന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും 10-ലധികം വൈദ്യുതി പോസ്റ്റുകൾ നിലം പതിച്ചു. 26 വീടുകൾ ഭാഗികമായി തകർന്നു. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. തളിക്കുളം നമ്പിക്കടവിൽ തെങ്ങ് വീണ് വീട് തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. തളിക്കുളം നമ്പിക്കടവ് വലിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണാണ് അപകടം. കനത്ത മഴ പ്രവചിക്കുന്നുണ്ടെങ്കിലും പ്രളയ സാധ്യതയില്ലെന്നും മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മഴ ശക്തമായി തുടരുന്നതിനാൽ 6 ജില്ലകളിൽ നാളെ അവധിയാണ്. കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. അംഗനവാടികൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമുണ്ടാവില്ല. വയനാട്ടിൽ MRS സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. തിരുവനന്തപുരത്ത് പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. ഇലവീഴ, പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല, അരുവി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര അനുവദിക്കില്ല. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അകപ്പെട്ട 4-അംഗ കുടുംബത്തെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. മൈസൂർ സ്വദേശികളായ ലക്ഷ്മണ, ദേവി, സുരേഷ്, വിഷ്ണു എന്നിവരാണ് 3 മണിക്കൂർ നേരം പുഴയിൽ കുടുങ്ങിയത്. മരണത്തെ മുഖാമുഖം കണ്ട മണിക്കൂറുകൾ. കുതിച്ചൊഴുകുന്ന ചിറ്റൂർ പുഴ മധ്യത്തിലുള്ള തുരുത്തിലെ പാറയിൽ 4 പേരും നിന്നു. ദേവിയുടെ അസാധാരണ ധൈര്യമാണ് ഭർത്താവ് ലക്ഷ്മണയ്ക്കും മകനും സഹോദരപുത്രനും ശക്തി പകർന്നത്. സംഭവം പുറത്തറിഞ്ഞത് ഇവർ പുഴയിലകപ്പെട്ട് 2 മണിക്കൂറോളം കഴിഞ്ഞ ശേഷം. പോലീസും ഫയർഫോഴ്സും നരണി ആലംകോട് കോസ്വേക്ക് താഴെ കുതിച്ചെത്തി. വടമെറിഞ്ഞ് ലൈഫ് ജാക്കറ്റുമായി രക്ഷാപ്രവർത്തകർ കൂലം കുത്തിയൊഴുകുന്ന ചിറ്റൂർ പുഴയെ കീറിമുറിച്ച് അവരുടെ അടുത്തെത്തി. ദേവിയെയാണ് ആദ്യം കരക്കെത്തിച്ചത്. പിന്നീട് ഓരോരുത്തരായി കരയിലേക്ക്. അവസാനത്തെയാളും കരതൊട്ടപ്പോൾ പിരിമുറുക്കത്തിന്റെയും ഭയത്തിന്റെയും മണിക്കൂറുകൾ പിന്നിലായി. മൈസൂർ സ്വദേശികളായ കുടുംബം മീൻവല നിർമ്മിച്ച് വിൽക്കാനാണ് പാലക്കാട്ടെത്തിയത്. മഴയും ജാഗ്രതാ നിർദ്ദേശങ്ങളുമൊന്നും അറിയാതെയാണ് കുളിക്കാനിറങ്ങിയത്. മൂലത്തറ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. സംഭവമറിഞ്ഞ് മന്ത്രി കൃഷ്ണൻകുട്ടി സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചു. പുഴയിലകപ്പെട്ടവരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ഫയർഫോഴ്സ് ജീവനക്കാരെ മന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് 18 പാലക്കാട്. കനത്ത മഴയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ഇന്നലെ മുതൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. എന്നിരുന്നാൽ പോലും ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിലും എറണാകുളത്തിന്റെ മലയോര പ്രദേശങ്ങളിലും പെയ്ത മഴയുടെ തീവ്രത കൊണ്ടാണ് ഇപ്പോൾ പെരിയാറിൽ ഇങ്ങനെ ജലസമൃദ്ധമായി അല്ലെങ്കിൽ ഇത്രയും വലിയ ഒഴുക്ക് ഉണ്ടാകുന്നത്.
ഈ ആലുവ ശിവക്ഷേത്രത്തിന്റെ പരിസരമെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ഈ മൺസൂൺ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായാണ് അമ്പലത്തിന്റെ പരിസരത്ത് ഈ വർഷം ഉണ്ടായ മഴയിൽ ഒരുപക്ഷെ കൊച്ചി മുഴുവൻ മുങ്ങിയപ്പോൾ പോലും ഇവിടെ അമ്പലത്തിന്റെ പരിസരങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നില്ല. പക്ഷെ പെരിയാറിൽ ഇപ്പോൾ കുത്തൊഴുക്കാണ്. അത് ശരിക്കും എറണാകുളം ജില്ലയിൽ പെയ്ത മഴയെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇടുക്കിയിലും എറണാകുളത്തിന്റെ മലയോര പ്രദേശങ്ങളിലും ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളിലും പെയ്ത മഴയാണ് ഇപ്പോൾ പെരിയാറിലൂടെ ഈ ഒഴുകിയെത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒറ്റപ്പെട്ട അത്ര അതിതീവ്ര മഴ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കൊച്ചി പോയിട്ടില്ല. എങ്കിൽ പോലും പെയ്യുന്ന മഴ ഒരു 2-3 മിനിറ്റ് നിൽക്കുന്നുള്ളെങ്കിൽ പോലും വലിയ തീവ്രതയോടുകൂടി അല്ലെങ്കിൽ വലിയ വ്യാപ്തിയോടുകൂടി ഉള്ള തുള്ളികളാണ് വീഴുന്നത്. അതായത് ഓരോ മഴയ്ക്കും വലിയ തോതിലുള്ള ജലം പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ കൊച്ചി ആദ്യത്തെ വേനൽ മഴയിൽ മുങ്ങിപ്പോയതുപോലെയോ അല്ലെങ്കിൽ മൺസൂൺ കാലത്തെ മഴയിൽ ജനങ്ങൾക്കുണ്ടായ ദുരിതം പോലെ അത്ര തീവ്രമായ ഒരവസ്ഥയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ പോലും പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾക്ക് നിലവിൽ ജാഗ്രതാ നിർദ്ദേശമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തീരത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഒഴുക്കിലും അല്ലെങ്കിൽ ഈ ഒരു ജല സമൃദ്ധിയിൽ ഇത്രയും നിബിഡമായി ജലം പോകുന്ന ഒരു സാഹചര്യത്തിലും പെരിയാറിന്റെ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും വ്യാപകമായി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമോ ഒന്നും ഇതുവരെ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടില്ല. 2 ദിവസമായി 5 ജില്ലയിൽ അതിതീവ്രമായ മഴയാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ്. പക്ഷെ ആ മുന്നറിയിപ്പ് അനുസരിച്ച് തന്നെയുള്ള തരത്തിലുള്ള മഴ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൊച്ചിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിതീവ്ര മഴ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കോ അതല്ലെങ്കിൽ ആളുകൾക്ക് നേരത്തെ പോലെ മുൻപുണ്ടായ സാഹചര്യങ്ങളിൽ പോലെ വലിയ മഴയിലേക്ക് വരുന്ന ഒരു അവസ്ഥയോ നിലവിൽ ഇല്ല. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ക്രമാതീതമായി നീരൊഴുക്ക് വർദ്ധിച്ചു. പട്ടാമ്പിയിലും തൃത്താലയിലും പുഴ ഇരുകരമുട്ടി ഒഴുകാൻ തുടങ്ങി. നീരൊഴുക്ക് ശക്തമായതോടെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 25 ഷട്ടറുകളും തുറന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചത്. നീരൊഴുക്കും ശക്തമായി. പട്ടാമ്പിയിൽ തടയണകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പട്ടാമ്പി പാലത്തിന്റെ 75% ജലനിരപ്പ് ഉയർന്നു. ചെങ്ങനാംകുന്ന് റെഗുലേറ്ററുകളിലൂടെയും ഒഴുക്ക് ശക്തമാണ്. നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 27 ഷട്ടറുകളിൽ 25 തുറന്നു. തടയണയുടെ വൃഷ്ടിപ്രദേശത്തും മഴ ശക്തമാണ്. വലിയ തോതിൽ തടയണയിൽ കുത്തൊഴുക്കും അനുഭവപ്പെടുന്നുണ്ട്. പുഴയിൽ ജലനിരപ്പുയർന്ന സാഹചര്യത്തിൽ തീരപ്രദേശത്തുള്ളവർക്കും പുഴയിൽ ഇറങ്ങുന്നവർക്കും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീൻ പിടിക്കാനോ കുളിക്കുന്നതിനോ മറ്റോ പുഴയിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ വീണ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു തകർന്നു. 3 യാത്രക്കാർക്ക് പരിക്കുണ്ട്. വെള്ളൂർ കൊട്ടേമ്പ്രം സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ കാർ നിശ്ശേഷം തകർന്നു. പീരുമേട് മത്തായി കൊക്കയ്ക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിലാണ് മണ്ണിടിഞ്ഞത്. വലിയ വാഹനങ്ങൾ ഏലപ്പാറ മേമല പഴയ പാമ്പനാർ വഴി തിരിച്ചുവിട്ടു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടത്തിവിടുന്നത്. ഈ വർഷം ആദ്യം ഇവിടെ മലമുകളിൽ നിന്ന് പാറകൾ റോഡിലേക്ക് പതിച്ചിരുന്നു. തിരുവനന്തപുരം വർക്കല ടൂറിസം മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷം. റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം പാപനാശം കുന്നുകളിലൂടെ തീരത്തേക്കും ഒഴുകിയെത്തുകയാണ്. വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികളും സഞ്ചാരികളും കടുത്ത ദുരിതത്തിലാണ്. തിരുവനന്തപുരം വർക്കല കുരൈക്കണ്ണി കുറ്റിക്കാട് നിന്നും പാപനാശം കുന്നിലേക്കുള്ള റോഡിലാണ് മഴ പെയ്താൽ ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന വെള്ളക്കെട്ടുള്ളത്. ടൂറിസം മേഖലയായതിനാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം പാപനാശം കുന്നിൽ നിന്നും നേരിട്ട് തീരത്തേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ശക്തിയായി കുന്നിന്റെ അടിഭാഗത്തേക്ക് തുടർച്ചയായി വീഴുന്നത് കുന്നിടിച്ചിലിനും കാരണമാകുന്നു. പാപനാശം കുന്നിന്റെ വടക്ക് ഭാഗത്തെ റിസോർട്ടുകളിലേക്കുൾപ്പെടെ 100-ലേറെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. ഈ ഭാഗത്തെ ഏക പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. നിരവധി വീട്ടുകാരും ഈ കോൺക്രീറ്റ് റോഡാണ് ഉപയോഗിക്കുന്നത്. മലിനജലം കെട്ടിനിൽക്കുന്നത് പകർച്ചവ്യാധി ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ വീട് മൊത്തവും വെള്ളമാണ്. ഞങ്ങൾക്ക് നടന്ന് പോകാൻ പറ്റില്ല. ഞങ്ങളെ കാലും പെറും അത്രയും ചൊറിയാണ്. റെയിൽ ഓഫീസ് തൊട്ട് ചന്തമുക്കുന്ന് മൊത്തം വെള്ളം വന്ന് തേരോളം ഉള്ള ഒരു കുളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഊറ്റ് പൊട്ടി ഒരു ഓട വഴി വന്ന് തിരുവാമ്പാണ്ടിയിലേക്ക് പോകാനുള്ള ഓട അവർ തിരിച്ചിങ്ങോട്ട് വെച്ചിരിക്കുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ വെള്ളത്തിലാണ് കിടക്കുന്നത്.
ഇവിടെ ടൂറിസ്റ്റ് കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് അത്രയും. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ വീറമുക്കിൽ വരുമ്പോഴത്തേക്ക് വെള്ളം കാരണം വണ്ടിക്കാർ കൊണ്ടുവരില്ല. എല്ലാ റൂമും കെട്ടിടങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ഈ വെള്ളം വരുമ്പോഴും. അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിക്കാനും ഒക്കില്ല. പ്രദേശത്തെ നീരുറവകളിലെ വെള്ളവും റോഡിലേക്കാണ് എത്തുന്നത്. തുടർച്ചയായി വെള്ളം കെട്ടിനിൽക്കുന്നത് കാരണം റോഡിന്റെ മിക്ക ഭാഗങ്ങളും തകർന്നു. പ്രദേശവാസികളും സ്ഥാപന ഉടമകളും നിരവധി തവണ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടികൾ ഉണ്ടായില്ല എന്നാണ് ആരോപണം. കുറ്റിക്കാട് ബ്യൂറോ മുക്കിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് ഓടകൾ നിർമ്മിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടാൽ വെള്ളക്കെട്ടിനും കുന്നിടിച്ചിലിനും പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 വർക്കല. തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. കുന്നുകൂടി കിടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന മാലിന്യം കൈകൊണ്ടാണ് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ നീക്കം ചെയ്യുന്നത്. ശ്രീത്രാപൂർ ഹോമിന് പിൻവശത്ത് ഇന്നലെ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്താണ് ഇന്ന് നഗരസഭയുടെ ശുചീകരണം നടക്കുന്നത്. ടൺ കണക്കിന് മാലിന്യങ്ങൾ ഒരു മാലിന്യ മല പോലെ ഈ ആമഴഞ്ചാൻ തോടിൽ കുന്നുകൂടി കിടക്കുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ജോയിയുടെ ഭൗതികദേഹം ഒഴുകി വന്ന് തടഞ്ഞു നിന്നത് ഈ മാലിന്യ കൂമ്പാരത്തിലാണ്. അത് ഇന്നലെ തന്നെ ഒരു പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ഇവിടെ ഒരു തോട് ഒഴുകുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പൂർണ്ണമായും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭാഗമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇപ്പോഴും അതിന്റെ ഒരു ഭാഗം അതേപോലെ കിടക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ ഇവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് വലിയ മുളങ്കമ്പ് ഉപയോഗിച്ച് അത് കുത്തി മറ്റു ഭാഗത്തേക്ക് ഒഴുക്കിവിട്ട് അവിടെ ശേഖരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ ശേഖരിച്ചാൽ മാത്രം പോരാ, ഇത് കൃത്യമായി വലിയ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലും ചാക്കുകളിലും തലസ്ഥാനവാസികൾ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന വലിയ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന തലസ്ഥാനവാസികളും ഇവിടുത്തെ കച്ചവടക്കാരുമൊക്കെ വലിയ ഭാണ്ഡക്കെട്ടുകളായി കൊണ്ട് ഈ ജലാശയത്തിലേക്ക് തള്ളുന്ന എറിഞ്ഞു പോകുന്ന വാഹനങ്ങൾ വന്ന് എറിഞ്ഞു പോകുന്ന ഈ മാലിന്യ ഭാണ്ഡക്കെട്ടുകൾ ഓരോന്നും അഴിച്ചു പെറുക്കി അതിൽ ഉള്ള മാലിന്യങ്ങൾ ജൈവവും അജൈവവും ഒക്കെ തരംതിരിച്ച് പ്ലാസ്റ്റിക് കവറുകളും ബാഗുകളും കഴുകി വൃത്തിയാക്കി മാത്രമേ ഈ ശുചീകരണ തൊഴിലാളികൾക്ക് കുറെ മനുഷ്യർ ചെയ്യുന്ന വലിയ പാപത്തിന് ആ പാപഭാരം പേറേണ്ടി വരുന്ന ആ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ മനുഷ്യർ ഇങ്ങനെ ഇത്തരത്തിൽ ഈ അഴുക്കുചാലിൽ നിന്ന് നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും പേറി വരുന്ന അഴുക്കുചാലിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഓരോന്നും അഴിച്ചുപെറുക്കി ആ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചുപെറുക്കി ആ ക്യാരി ബാഗുകൾ തുറന്ന് ചാക്കുകെട്ടുകൾ തുറന്ന് അതിൽ നിന്ന് ഓരോ മാലിന്യങ്ങളായി വേർതിരിച്ച് തരംതിരിച്ച് ആ പ്ലാസ്റ്റിക്കുകൾ കഴുകി മാറ്റി വേണം ഇവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നഗരസഭ ഇതിന്റെ സംസ്കരണത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസികൾ ഇത് അവർ സ്വീകരിക്കൂ. അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ ഈ മാലിന്യങ്ങൾ ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റൂ, ഇവിടെ നിന്ന് കൊണ്ടുപോയി സംസ്കരിക്കാൻ പറ്റൂ. അത്തരം ജോലിയാണ് കുറെ മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനായി ചെയ്യുന്നത്. അവരുടെ ഉപജീവന മാർഗ്ഗം ഇത് തന്നെയെങ്കിൽ പോലും ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത നമ്മൾ കണ്ടതാണ് റെയിൽവേയുടെ കോമ്പൗണ്ടിലെ ടണലിനുള്ളിൽ സ്കൂബ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘവും നേവി ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ നിറഞ്ഞ ആ ജലാശയത്തിൽ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകൾ ജോയിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയത്. അതുപോലെ തന്നെ ഈ ദിവസവും ചെയ്യുന്ന ആളുകൾ അന്നത് അത് കണ്ട് ഒരുപക്ഷെ കേരളം കരഞ്ഞതാണ്, അവരുടെ ആത്മസമർപ്പണത്തെ പുകഴ്ത്തിയതാണ്. പക്ഷേ നഗരസഭയുടെ ഈ ജീവനക്കാർ വർഷത്തിൽ 365 ദിവസവും ചെയ്യുന്നത് ഇത്തരം ജോലികളാണ്. അവർ മനുഷ്യർക്ക് ചെയ്യാൻ ഒരുപക്ഷെ ഭൂരിപക്ഷം പേർക്കും അറപ്പ് തോന്നുന്ന ജോലികൾ അവർ കൈകൊണ്ട് ചെയ്യുകയാണ്. ഒരു ഗ്ലൗസും ഒരു ഷൂസും ഒക്കെ അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത്രയധികം മാലിന്യങ്ങൾ ഈ രീതിയിൽ വേർതിരിക്കുന്ന അവരാണ് ഇവരെ നിർബന്ധിതരാക്കുന്നതും ഒരു കൂട്ടം മനുഷ്യരാണ് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഏറ്റവും ലജ്ജ ഉണ്ടാക്കുന്ന കാര്യം. ഏതായാലും നഗരസഭ ഈ ഭാഗത്ത് ശുചീകരണം തുടരുകയാണ്. ഈ തൊഴിലാളികൾ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് അവർ ഇത്തരത്തിലുള്ള ശുചീകരണം നടത്തിയതാണ്. എന്നിട്ടും ഒരു കുറവും ഉണ്ടാകുന്നില്ല. വീണ്ടും ഇവിടേക്ക് മാലിന്യങ്ങൾ ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ തലസ്ഥാനവാസികൾ വലിച്ചെറിയുകയാണ്. അവർക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായി മാത്രം ഈ ആമഴഞ്ചാൻ തോട് മാറുന്നു. തങ്ങളുടെ വീട്ടിലും തങ്ങളുടെ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് ആരുടെയും കണ്ണിൽപ്പെടാതെ വിജയികളായി ചാമ്പ്യന്മാരായി അവർ വലിച്ചെറിഞ്ഞ് കടന്നുപോകുമ്പോൾ ഇത്തരം മനുഷ്യരെ കൂടി ഓർക്കണം. ഇവർ മാറ്റാതിരുന്നാൽ, ഇവർ ഇതിൽ വീഴ്ച വരുത്തിയാൽ ഈ നഗരം വീണ്ടും വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് പോകും. ഈ നഗരത്തിൽ വലിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും. രോഗങ്ങൾ വരുമ്പോൾ കരയുകയും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് നഗരസഭയുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. അവരുടെ വീഴ്ചയെന്ന് പറഞ്ഞ് വിമർശിക്കുകയും മാത്രമല്ല ഇത്തരം മാലിന്യങ്ങൾ കഴിവതും സർക്കാർ നിർദ്ദേശിക്കുന്ന, നഗരസഭ നിർദ്ദേശിക്കുന്ന, അധികാരികൾ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ സംസ്കരിക്കാനുള്ള മാന്യത കൂടി തലസ്ഥാനവാസികൾ കാട്ടണം.
ആമയിഴഞ്ചാൻ ദുരന്തത്തിന് കാരണം റെയിൽവേയുടെയും അനാസ്ഥയെന്നതിന് കൂടുതൽ തെളിവുകൾ. തമ്പാനൂരിലെ ടണൽ പൊളിച്ചു പണിയണമെന്ന് 2015 തന്നെ സംസ്ഥാന സർക്കാർ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു. പ്ലാറ്റ്ഫോം പൊളിക്കണമെന്നത് അടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് 9 വർഷത്തിനു ശേഷവും നടപടി വൈകിക്കുകയാണ്. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി 2015 ഈ ടണൽ റെയിൽവേ ടണൽ തമ്പാനൂരിൽ കഴിഞ്ഞ ദിവസം ജോയി വീണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ട ഈ ടണലിന്റെ ഭാഗത്ത് അന്ന് പ്രവർത്തികൾ നടക്കുമ്പോഴാണ്, അതിന്റെ ക്ലീനിംഗ് പ്രവർത്തികൾ നടക്കുമ്പോഴാണ് റെയിൽവേയോട് സംസ്ഥാന സർക്കാർ ആദ്യമായി ആവശ്യപ്പെടുന്നത് ഈ ടണൽ പൊളിച്ചു പണിയണം. കാരണം പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ, മണ്ണ്, പാറക്കല്ലുകൾ ഉൾപ്പെടെ ഇതിനടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടി ഒഴുകിപ്പോകേണ്ട വെള്ളത്തിന്റെ 25% മാത്രമേ ഒഴുക്ക് ഉള്ളൂ. ആ ഒഴുക്ക് പൂർണ്ണമായും ശരിയാകാതെ മുഴുവൻ വെള്ളവും ഇതിൽ കൂടി കടന്നുപോകേണ്ട മുഴുവൻ വെള്ളവും കടന്നുപോകാതെ തിരുവനന്തപുരത്തെ പ്രത്യേക തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകില്ല. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ടണൽ പൊളിച്ചു പണിയണം. വളരെയധികം ബുദ്ധിമുട്ടിയാണെന്ന് യന്ത്രഭാഗങ്ങൾ, മണ്ണുമാന്തി യന്ത്രവും മറ്റു യന്ത്രങ്ങളും ഒക്കെ ഇതിനുള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടുള്ള പരിശോധന നടത്തിയത്. അത്രയധികം ബുദ്ധിമുട്ടിയാണ് ഇത് പൊളിച്ചു മാറ്റി ഓരോ ഭാഗത്തും മണ്ണ് അടിഞ്ഞുകൂടി കടന്നതൊക്കെ ഇടിച്ചു മാറ്റിയും പാറക്കഷ്ണങ്ങളൊക്കെ തുറന്നു മാറ്റിയും അന്ന് ഈ സംഘം അനന്ത ടീം അകത്തേക്ക് കടന്നത്, അല്ലെങ്കിൽ അവിടെ പണികൾ ചെയ്തത്. അവിടേക്ക് തൊഴിലാളികൾ കടന്നുപോയതും മാലിന്യങ്ങൾ നീക്കം ചെയ്തതും. അതുകൊണ്ട് തന്നെ ഈ ടണൽ പൊളിച്ചു പണിയണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അത് 2015 അന്ന് മാത്രമല്ല, പിന്നീട് VP ജോയ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയ ശേഷവും റെയിൽവേയുടെ സമാനമായ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. റെയിൽവേ ബോർഡ് ചെയർമാൻ അടക്കം കത്തെഴുതിയിരുന്നു. നിരവധി യോഗങ്ങൾ റെയിൽവേയുടെയും സർക്കാരിന്റെയും സംയുക്ത യോഗങ്ങൾ ചേർന്നിരുന്നു. അപ്പോഴൊന്നും ഇത് നടപടി ഉണ്ടായില്ല. റെയിൽവേ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആവശ്യം മാറ്റിവെക്കുകയായിരുന്നു. ഈ ടണൽ പൊളിച്ചു പണിയണമെങ്കിൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടി അവിടെ ആ ഭാഗം കൂടി പൊളിച്ചു പണിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടും. അതുകൊണ്ട് ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ 9 വർഷവും റെയിൽവേ അത് നീട്ടിവയ്ക്കുകയായിരുന്നു. ഇപ്പോഴും നമുക്ക് കാണാം, ഇതിന്റെ ഭാഗത്ത് ഇന്നലെ ടൺ കണക്കിന് മാലിന്യം ഇന്നലെ മെനങ്ങാന്നുമായി ഇവിടെ നിന്ന് നീക്കം ചെയ്തതാണ്. ഇപ്പോഴും ഈ ബാരിക്കേഡ് മാറ്റിയാൽ അവിടേക്ക് വീണ്ടും മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന അവസ്ഥയുണ്ട്. ഇവിടെ തന്നെ നിരവധി ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. ഈ ടണൽ ഉൾവശവും നമുക്ക് ഇവിടുന്ന് കാണാനാകുന്നുണ്ട്. അവിടെയും വലിയ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. അങ്ങനെ ഈ പൂർണ്ണമായും ഈ ടണലിലെ മാലിന്യമൊഴുക്ക് തടയണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെങ്കിൽ ടണൽ പൊളിച്ചു പണിയണമെന്ന സർക്കാരിന്റെ ആവശ്യം റെയിൽവേ പരിഗണിക്കേണ്ടി വരും. വ്യാഴാഴ്ച മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഒരുപക്ഷേ ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെടും. അതിന് എത്രത്തോളം റെയിൽവേ സഹകരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇവിടുത്തെ ഈ ടണലിന്റെ പുതിയ അതിന്റെ നവീകരണ പ്രക്രിയകൾ, നവീകരണ പ്രവൃത്തികൾ. അതുതന്നെയാകും. അത് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും വീണ്ടും തലസ്ഥാനം തമ്പാനൂർ വെള്ളത്തിൽ മുങ്ങുമെന്ന് ഉറപ്പാണ്. മകന്റെ വിവാഹവേളയിൽ പെൺമക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച് റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനി. 2 കുടുംബങ്ങൾ ഒത്തുചേരുമ്പോൾ കന്യാദാനം എന്നതിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു കുടുംബം ഒരു മകനെയും മറ്റൊരു കുടുംബം ഒരു മകളെയും നേടുന്നു എന്ന് നിത അംബാനി പറഞ്ഞു. അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും കന്യാദാന ചടങ്ങിലാണ് നിത അംബാനി പെൺമക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത്. Dearest family, friends and distinguished guests from India and all around the world. Jai Shri Krishna. Namaskar and thank you for joining us in this sacred ceremony. At this moment, I am overwhelmed with emotions, joy, gratitude and deep devotion as I watch these 2 pieces of my heart, Anant and Radhika, unite in this eternal bond. In Hindu tradition, marriage is a solemn promise, not just for this lifetime, but for 7 lifetimes. 7 janam ka saath. It's a belief that souls destined to find each other do so again and again, their love deepening with each lifetime. As we continue with the Vivah Sanskar, the wedding ceremony, we are about to witness the noblest of all acts in Indian culture, the Kanyadan, commonly signifying the giving away of the bride by her parents. But as a daughter myself, as the mother of a daughter and also a mother-in-law, I know that no parents can ever give away their daughters. Daughters are life's biggest blessings and greatest joys. They are manifestations of Goddess Lakshmi,
bringing abundance and auspiciousness to our homes and lives from the time they are born. They are the purest part of our souls, intertwined with our very being. How does one part with a piece of the heart? The affection, joy, and memories a daughter or Kanya has shared with her family over the years cannot be handed over. They are theirs forever. A daughter is not a possession to be transferred. She is a blessing to be cherished and treasured. She's a source of happiness, love, and light that will now also share with her new family. India's spiritual and cultural traditions hold women in the highest esteem. Our scriptures teach us, where there are daughters, there is auspiciousness. Daughters have a higher God-given power. हमारी बेटियां घर को स्वर्ग बना देती है. പൂർണ്ണമാകുകയാണ് ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.